നിങ്ങൾ മാർക്കറ്റ് സൈക്കിൾസ് എന്നുള്ളൊരു ടേം സ്റ്റോക്ക് മാർക്കറ്റ് വന്നപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓരോരോ സൈക്കിളുകളിൽ ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എപ്പോഴും ഒരുപോലെയല്ല നിൽക്കുക, മാർക്കറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇതിനാണ് മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി മാർക്കറ്റിൽ 4 സൈക്കിളുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 4 സൈക്കിളുകൾക്ക് നമുക്ക് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒന്ന് അക്യുമുലേഷൻ സൈക്കിൾ എന്ന് പറയാം, പിന്നെ ഉള്ളതൊന്ന് ബുൾ റൺ സൈക്കിളോ അല്ലെങ്കിൽ അപ് ട്രെൻ സൈക്കിൾ എന്ന് പറയാം, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സൈക്കിൾ എന്ന് പറയാം, അതുപോലെ തന്നെ 4ാമത്തത് ഡൗൺ ട്രെൻ സൈക്കിൾ എന്നും പറയാം. മാർക്കറ്റ് സൈക്കിളുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡുകൾ എടുക്കുന്നത് കുറേ കൂടി ഈസി ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുറേ കൂടി ബെറ്റർ ട്രേഡുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഈ മാർക്കറ്റ് സൈക്കിൾസിൻ്റെ പിന്നിൽ കുറേയധികം സീക്രട്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് മാർക്കറ്റ് സൈക്കിൾസ് എന്നും അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നും അവിടെ എങ്ങനെ ട്രേഡുകൾ എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് സൈക്കിൾസ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ യൂസ് ചെയ്യാം, സ്വിംഗ് ട്രേഡിങ്ങിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഇതിൻ്റെ ആക്യുറസി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് തന്നെ പറയേണ്ട, ലോവർ ദ ടൈം ഫ്രെയിം എന്തോരം ചെറുതാവുന്നു അത്രയ്ക്ക് ഇതിൻ്റെ ആക്യുറസി കുറയാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്വിംഗ് ട്രേഡുകൾക്കും അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കുമാണ്. അപ്പോൾ എന്താണ് ഈ 4 മാർക്കറ്റ് സൈക്കിൾസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചാർട്ടുകൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ടുകൾ കാണിച്ച് തരുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ മാർക്കറ്റ് സൈക്കിൾസിനെ കുറിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റേജസിനെ കുറിച്ച് വളരെ നല്ലൊരു ബുക്ക് എഴുതിയിട്ടുള്ള ഒരാളുണ്ട്. സ്റ്റാൻ വൈൻസ്റ്റീൻ എന്നാണ് ആളുടെ പേര്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ട്രേഡറും ഇൻവെസ്റ്ററുമാണ് സ്റ്റാൻ വൈൻസ്റ്റീൻ. അപ്പോൾ ആളുടെ ഒരു ബുക്കിൽ മാർക്കറ്റ് സ്റ്റേജസിനെ കുറിച്ചും എങ്ങനെയാണ് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യേണ്ടതെന്നും അതിന് വേണ്ടിയുള്ള എല്ലാ ക്രൈറ്റീരിയാസും സ്റ്റാൻ വൈൻസ്റ്റീൻ ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് എന്ന് പറയുന്ന ഒരു 350 പേജൊക്കെ ഉള്ളൊരു ബുക്കാണ്. അപ്പോൾ ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും നമുക്ക് എന്തായാലും ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ആ ബുക്ക് വായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആ ബുക്കിൻ്റെ പടം ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ബുക്ക് വായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. അതിൽ വളരെ ഇൻഫോർമേറ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഈ മാർക്കറ്റ് സ്റ്റേജസിനെ കുറിച്ചും എന്തൊക്കെ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ചാർട്ടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡയഗ്രാം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ആ സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ ബുക്കിലുള്ള ഒരു ഡയഗ്രാമാണിത്. അപ്പോൾ ഈ കാണുന്നത് ഇതാണ് സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ സ്റ്റേജസ്, മാർക്കറ്റ് സ്റ്റേജസിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, അതിന് സോറി. അപ്പോൾ ഈ റെഡ് ലൈനിൽ കാണുന്നതാണ് മൂവിങ് ആവറേജ്. അതിന് ഞാൻ പറഞ്ഞു സ്റ്റാൻ വൈൻസ്റ്റീൻ മൂവിങ് ആവറേജ് അതുപോലെ വോളിയം ഇങ്ങനത്തെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ട്രേഡിൽ എൻ്റർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ മൂവിങ് ആവറേജിന് തൽക്കാലം നിങ്ങൾ മാറ്റി വയ്ക്കുക, കാരണം നമ്മൾ മൂവിങ് ആവറേജിനെ കുറിച്ച് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇതാണ്, ഈ കാണുന്നതാണ് സ്റ്റേജ് 1. സ്റ്റേജ് 1 നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യുമുലേഷൻ സോൺ. അത് കഴിഞ്ഞ് സ്റ്റേജ് 2 ഈ അക്യുമുലേഷൻ സോണിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരുമ്പോൾ സ്റ്റേജ് 2 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഇത് സ്റ്റേജ് 3. പിന്നെ താഴോട്ട് വരുന്ന ഈ ഒരു സ്റ്റേജ് ഡൗൺ ട്രെൻഡിൻ്റെ സ്റ്റേജാണ് സ്റ്റേജ് 4. തിരിച്ച് വീണ്ടും ഒരു സ്റ്റേജ് 1 ഫോം ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതാണ് ഡയഗ്രാം, സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ മാർക്കറ്റ് സ്റ്റേജ് അനാലിസിസിൻ്റെ ഡയഗ്രാമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് എക്സാക്ട് ഡയഗ്രാം. നമുക്ക് ചാർട്ടിൽ എക്സാക്ട്ലി ഈ പടം വരച്ച് വെക്കുന്ന മാതിരി ചാർട്ടിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ തരാനായിട്ടാണ് ഞാൻ ഈ ഡയഗ്രാം നിങ്ങൾ കാണിച്ചത്. ഇനി നമുക്ക് ചാർട്ടിൽ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. അപ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങൾ കാണുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ട് വീക്ക്ലി ടൈം ഫ്രെയിമിലാണ്. ഞാൻ എല്ലാം വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് ഇനി കാണിച്ചു തരാൻ പോകുന്ന എക്സാമ്പിൾസ്. കാരണം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടൈം ഫ്രെയിം താഴും തോറും ഇതിൻ്റെ ആക്യുറസി കുറയും. ഞാനിത് ഇൻട്രാഡേയിലൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വീക്ക്ലി ഡെയിലി ടൈം ഫ്രെയിമുകളിലാണ്. അപ്പോൾ നിങ്ങളും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നോക്കുക. ഇതൊരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു മീഡിയം ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അക്യുമുലേഷൻ സോൺ എവിടെയാണെന്ന്. അപ്പോൾ ഈ കാണുന്ന ഒരു സോണ് ഇപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണാണ് ഇവിടെ അക്യുമുലേഷൻ സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസിൽ കാര്യമായിട്ടുള്ളൊരു ഫ്ലക്ച്വേഷൻ ഒന്നും കാണിക്കുന്നില്ല. ഇവിടം തൊട്ട് ഇവിടെ ഒരു ചെറിയൊരു പ്രൈസ് മൂവ്മെൻറ്റ്, ചെറുതെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു 2011 തൊട്ട് 2014 വരെ ഉള്ളൊരു മൂവ്മെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾ കാണാം വോളിയം ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ ബുക്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, വോളിയം വേണം അക്യുമുലേഷൻ സോണിലെന്നാണ്. അപ്പോൾ ആ ബുക്ക് വായിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കൺസോളിഡേഷൻ അവസാനിക്കുന്ന പോയിന്റ് എവിടെയാണ്? നമ്മളൊരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു പോയിന്റിലാണ് ഈ കൺസോളിഡേഷൻ അവസാനിക്കുന്നത്.
ഇവിടെ റീടെസ്റ്റ് വന്നു, ഇവിടെ റീടെസ്റ്റ്. അപ്പോൾ 3-4 വട്ടി ഈ റെസിസ്റ്റൻസിന് ടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ ആ റെസിസ്റ്റൻസിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പോസിബിൾ എൻട്രി എന്ന് പറയുന്നത് ഇവിടെയാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ ഒരു എൻട്രി കിട്ടാനായിട്ട് നിങ്ങൾക്ക് പറ്റുക, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ഈ ലൈൻ ഇവിടെ തന്നെ വയ്ക്കുകയാണ്, നിങ്ങൾക്കത് റെഫറൻസിന് ഇരിക്കട്ടെ. അപ്പോൾ ഈ അക്യുമുലേഷൻ സോണിൻ്റെ ഈ ഭാഗത്ത് കാര്യമായിട്ട് വോളിയൊന്നുമില്ല. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, പെട്ടെന്ന് നല്ലൊരു വോളിയം വന്നു. ബാക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ, ഒരു 3 വർഷം 2.5 വർഷമായിട്ടില്ലാത്തൊരു വോളിയാണ് പെട്ടെന്ന് ഇവിടെ കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഒരു വോളിയം കാണുമ്പോൾ നമ്മൾ അലേർട്ട് ആവണം, നമ്മൾ ട്രേഡ് എടുക്കാനുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് നോക്കി തുടങ്ങണം. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ കാണിച്ചു തരാം. ഈ ട്രെൻഡ് ലൈൻ കണ്ടില്ലേ? ഈ ട്രെൻഡ് ലൈൻ ഇഷ്ടംമാതിരി തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വട്ടം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ 2, 3, 4 ഈ 4 വട്ടം ഈ ട്രെൻഡ് ലൈനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓവർ ഇയേഴ്സ്, കുറച്ച് വർഷങ്ങളുടെ ഉള്ളിലാണ് ഇതിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു പെട്ടെന്നൊരു വോളിയം കണ്ടു, അടുത്തൊരു വോളിയം സർജിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ എൻട്രി എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓൾമോസ്റ്റ് ഒരു വർഷം പോലും എടുത്തില്ല. 2014 മാർച്ച് തൊട്ട് 2014 ഡിസംബർ, അതായത് ഒരു 8 മാസത്തിനുള്ള സ്റ്റോക്ക് പിന്നെ സർജ് ചെയ്തത് 228-230% ആണ്. നിങ്ങളൊരു 1 ലക്ഷം രൂപ ഇട്ടുണ്ടെങ്കിൽ അത് 2,30,030 ആവും. 230% അത് ജസ്റ്റ് ഒരു 7 മാസം ഗ്യാപ്പിനുള്ളിൽ അത് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസ് ഒന്ന് താഴോട്ട് ഇങ്ങനെ വന്നു, വീണ്ടും തിരിച്ചു കയറി. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രേക്ക് ഔട്ട് പോയിന്റ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമുക്ക് നോക്കാം, ഓൾമോസ്റ്റ് ഒരു 300% ഇനിയും കയറിയിട്ടുണ്ട് സ്റ്റോക്ക്. ഓൾമോസ്റ്റ് ഒരു 370% സർജ് ചെയ്തിട്ടാണ് പിന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എവിടെയാണ് 2 എൻട്രീസ് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്ന്, ഈ ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു നല്ല വോളിയത്തിൽ ബ്രേക്ക് ചെയ്തപ്പോൾ, അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം, വോളിയത്തിൽ ബ്രേക്ക് ചെയ്യണം. അതുമാതിരി സ്റ്റാൻ വൈൻസ്റ്റീൻ പറയുന്ന ഒരു കാര്യമാണ് 30 വീക്ക് മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മൂവിങ് ആവറേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ പറയാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ എൻട്രി ഇവിടെയാണ്, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എൻട്രി ഇവിടെ, സെക്കൻഡ് പോസിബിൾ എൻട്രി ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഇതിൽ സ്റ്റേജ് 1 നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു സോണില്ലേ, ഇതാണ് ഈ ഒരു അക്യുമുലേഷൻ സോൺ. ഈ ബ്രേക്ക് ഔട്ടിന് മുമ്പ് ഉണ്ടായിരുന്ന ഈ സോണാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2 സോൺ എന്ന് പറയുന്നത് അഡ്വാൻസ്മെൻറ്റ് സോൺ. അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് അപ് ട്രെൻഡിൽ നീങ്ങുന്ന ഈ ഒരു സോണ്, അല്ലെങ്കിൽ ഇത്രയും കാലം ബാക്കി കാണുന്ന ഈ ചാർട്ട് മുഴുവനാണ് സ്റ്റേജ് 2 സോൺ എന്ന് പറയുന്നത്. ഇനി സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഇവിടെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ സ്റ്റേജ് 3ൻ്റെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേണിലാണ് സ്റ്റേജ് 3 ആയിട്ട് ആക്ട് ചെയ്തത്, അതായത് ഡിസ്ട്രിബ്യൂഷൻ സോണ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സോണിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെയും എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ഒരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതൊരു നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ്, 100% ആണോ, 50% ആണോ, 70% ആണോ, നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് വേണമെന്നുണ്ടോ അതെടുത്തിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അത് വളരെ കൂടുതലാവാണ്ടിരിക്കാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടം വരെ പ്രൈസ് എത്തി നല്ലപോലെ ഒരു പുൾ ബാക്ക് നടന്നിട്ടാണ് തിരിച്ച് പ്രൈസ് കയറിയത്. അപ്പോൾ പലരും പേടിച്ചിട്ട് ഈ ഒരു പോയിന്റിൽ എക്സിറ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ തന്നെ എത്തുമ്പോൾ 230% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ സോണായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ ബുക്കിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണിത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സോണിൻ്റെ. പ്രൈസിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് വരുന്നില്ല, എന്നാൽ തെറ്റില്ലാത്ത വോളിയം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ആൾക്കാർ സ്റ്റോക്കുകൾ കുറച്ച് ഡംപ് ചെയ്ത് തുടങ്ങി എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് 4 ഡൗൺ ട്രെൻഡാണ് ഇവിടെ പിന്നെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ട് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ സ്റ്റേജ് 1 to 4 സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ മാർക്കറ്റ് സ്റ്റേജസിനെ കുറിച്ച് പറയുന്ന പോലെ എക്സാക്റ്റ് ഒരു പാറ്റേൺ ആണ് ഇവിടെ കാണാനായിട്ട് പറ്റിയത്. ഇനിയിപ്പോൾ ഞാൻ ACC സിമെൻസിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ചാർട്ടിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാം സ്റ്റോക്കിൻ്റെ പ്രൈസ് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റും ഇല്ലാണ്ട് 2001 തൊട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 2004 വരെ, ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സ് സ്റ്റോക്കിൻ്റെ പ്രൈസിന് കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. സ്റ്റോക്കിൻ്റെ ഇവിടെ ഒരു വോളിയം സർജ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ലപോലെ ഒരു വോളിയം സർജ് നടന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ലൊരു അക്യുമുലേഷൻ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നല്ലപോലെ ബൈയിങ് ഇവിടെ നടന്നിട്ടുണ്ട്.
അതുപോലെ സ്റ്റോക്ക് നല്ലപോലെ ബൈങ് നടന്നിട്ടുള്ളത്. വീണ്ടും ഈ വോളിയം ഒന്ന് കോൺട്രാക്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ എവിടെയായിരിക്കും? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ചാർട്ട് നോക്കിയിട്ട് എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്, നമ്മുടെ എൻട്രി പോയിന്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു നല്ലൊരു പെർഫെക്റ്റ് ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടിലായിരിക്കും നമ്മുടെ എൻട്രി. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ടിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ചാനൽ പാറ്റേൺ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ട്രയാങ്കിൾ പാറ്റേൺ കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടിനൊപ്പം തന്നെ വോളിയം നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കി വർഷങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലപോലെ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ റീജിയനാണ് നമ്മുടെ സ്റ്റേജ് 1 റീജിയൻ, ബ്രേക്ക് ഔട്ട് സ്റ്റേജ് 2 റീജിയൻ. അവിടെ നിന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് 600% ആണ് സർജ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിൽ നിന്ന് ഓൾമോസ്റ്റ് 650%ഓളം സ്റ്റോക്കിൻ്റെ പ്രൈസ് നീങ്ങിയിട്ടുണ്ട്. ഓൺ എ സ്പാൻ ഓഫ് ഞാൻ പറയാം 2004 തൊട്ട് 2007, ജസ്റ്റ് 3 ഇയേഴ്സ്, 3 വർഷം കൊണ്ട് നിങ്ങൾ ഇട്ടിട്ടുള്ള ക്യാപിറ്റലിൻ്റെ 6 ഇരട്ടിയിലും കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നത് ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സോണാണ്. വീണ്ടും പ്രൈസിൽ കാര്യമായിട്ട് ഇവിടെ മാറ്റങ്ങൾ വരുന്നില്ല. നല്ല വലിയ സ്വിങ്ങുകളിൽ പ്രൈസ് ഒരു റേഞ്ചിൽ പോവുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങാം സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നത് പിന്നെ ഒരു 50% കറക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. 50% ആണ് ഞാൻ നേരത്തെ മെഷർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 50% കറക്ഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ 600% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരു മൾട്ടി ബാഗർ എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇനി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ അവസാനമായിട്ട് കാണിച്ചു തരാം. ഇത് അശോക് ലൈലൻഡിൻ്റെയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2010 തൊട്ടിട്ട് 2013 വരെ വീണ്ടും ഒരു 3 വർഷ കാലയളവിൽ സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നുമില്ല. മുകളിലേക്കും കാര്യമായിട്ട് മുകളിൽ, താഴേക്കും കാര്യമായിട്ട് മുകളില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോയിന്റിൽ ഇവിടെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വോളിയം കമ്പാരിറ്റീവ്ലി മ്യൂട്ടഡ് ആണ്. വോളിയത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ വോളിയം കയറാൻ തുടങ്ങിയ പോയിന്റ് നോക്കിയേ, 2014 തൊട്ട് വോളിയത്തിൽ പെട്ടെന്ന് സർജ് കാണാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണാം. ഇവിടെ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ട്രെൻഡ് ലൈൻ കണ്ടില്ലേ? ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന എക്സാക്റ്റ് പോയിന്റിലാണ് ഇത്രയും വലിയ വോളിയം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട് ആണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോസിബിൾ എൻട്രി ഇവിടെയാണ്. രണ്ടാമത്തെ പോസിബിൾ എൻട്രി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ 39 എന്ന് പറയുന്ന ഒരു പ്രൈസിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ എൻട്രി വരുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ പെർഫെക്റ്റ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്ര സർജ് ചെയ്തു നമുക്ക് കാണാനായിട്ട് പറ്റും. നോക്കാം, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 600% ആണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് നീങ്ങിയിട്ടുള്ളത്. 2014 തൊട്ട് 2018 വരെ 4 വർഷത്തിനുള്ളിൽ. നിങ്ങൾക്ക് അതിനുള്ള പേഷ്യൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം, ഒരു 1.5 വർഷത്തിനുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് 314%, അല്ല ഇനി നിങ്ങൾ 2 വർഷം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 350% വരെ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ നോക്കിയാൽ ഈ പാറ്റേൺ നിങ്ങൾ മുമ്പും കണ്ടിട്ടില്ലേ? ഇതും ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ സോണ് ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സോൺ. ഇവിടെ അപ്പോൾ ഈ ആദ്യത്തെ കാണുന്ന അക്യുമുലേഷൻ ബ്രേക്ക് ഔട്ട് സ്റ്റേജ് 2 സോൺ. ഇത് സ്റ്റേജ് 2ൽ അപ് ട്രെൻഡ്. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ സോണാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സോണാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാറായി എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വേറൊരു എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് സ്റ്റാൻ വൈൻസ്റ്റീൻ്റെ മാർക്കറ്റ് സ്റ്റേജസ്. അപ്പോൾ ആ ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ക്രൈറ്റീരിയാസിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഈ വീഡിയോയിൽ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് സൈക്കിൾസ് എന്നും എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സൈക്കിൾസ് ഉണ്ട് എന്നും എങ്ങനെ ട്രേഡുകൾ എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്കപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.